കർണന്റെ ക്യാബിനിലേക്ക് കയറി പോകാൻ നിൽക്കുമ്പോഴാണ് പല്ലവിയോടൊപ്പം അവളുടെ മടിയിൽ സ്ഥാനം പിടിച്ചിരുന്ന മിത്തുമോളെ കർണൻ കാണുന്നത്. പല്ലവി അവൾക്ക് കൊടുത്ത പേന വായിലിട്ട് നുണഞ്ഞുകൊണ്ട് ചിരിക്കുന്ന മിത്തുമോളെ. ഒരു നിമിഷമെല്ലാം മറന്നുകൊണ്ട് അവൻ അവരെ തന്നെ മാറി മാറി നോക്കി നിന്നു. രാമദത്തൻ്റെ സാർ എന്ന വിളിയിലാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. പിന്നെ അവൻ ഒരു നിമിഷം അവിടെ നിൽക്കാതെ ക്യാബിനിലേക്ക് കയറി തൻ്റെ സീറ്റിൽ വന്നിരുന്നു. രാമനാഥൻ വന്ന് പല്ലവിയുടെ കാര്യം പറയുമ്പോൾ അവളെ അവൻ വിളിക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാനായി രാമനാഥനോട് പറഞ്ഞു. അയാൾ വേഗം തന്നെ പല്ലവിയെ കർണൻ വിളിക്കുന്നുണ്ടെന്ന് അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിരുന്നു. പല്ലവിക്ക് അവൻ്റെ ക്യാബിനിലേക്ക് പോകാൻ തന്നെ പതർച്ച തോന്നി. നീ ഇങ്ങനെ ഇവിടെ നിന്ന് താളം ചവിട്ടിട്ടൊരു കാര്യവുമില്ല, അങ്ങോട്ടേക്ക് പോയാൽ മാത്രമേ എന്തെന്നറിയാൻ കഴിയൂ. മിത്തുമോളെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാലോ? അയാൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ മുത്തുമോളെ വേണ്ടെന്ന് വെച്ച് ഒരിക്കലും ജോലിക്ക് വരാൻ പോകുന്നില്ലെന്ന് എനിക്കും നിനക്കും ഒരുപോലെ അറിയാം. അപ്പോൾ പിന്നെ എല്ലാം വരുന്ന പോലെ വരട്ടെ എന്ന് കരുതിക്കൂടെ? പിന്നെ മറുത്തൊന്നും ആലോചിക്കാതെ പല്ലവി കർണൻ്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു. അവളെ കണ്ടതും അവൻ മുന്നിൽ കിടന്ന ചെയറിലിരിക്കാൻ പറഞ്ഞതും അവൻ മിത്തുമോളെയും കൊണ്ട് അവിടെ ഇരുന്നു. മിത്തുമോൾ അവനെ കണ്ടതും കയ്യിൽ വെച്ച് നുണഞ്ഞുകൊണ്ടിരുന്ന പേനയെ താഴേക്കിട്ട് 2 കുഞ്ഞിക്കരങ്ങൾ ഉയർത്തി കർണൻ്റെ അടുത്തേക്ക് പോകാനായി പല്ലവിയുടെയും അടിയിലിരുന്ന് തന്നെ ചാടിക്കളിച്ചു. കുഞ്ഞിനെയും കൊണ്ട് വരുന്നെന്ന കാര്യം താനെന്താ ഇന്നലെ പറയാതിരുന്നേ? അത് പിന്നെ ഇന്നലെ പറയണമെന്ന് കരുതിയതാ, പക്ഷേ എന്താ നിർത്തിക്കളഞ്ഞത്? നിങ്ങൾക്കൊക്കെ ഒരു വിചാരം എന്താ? എവിടെങ്കിലും ജോലി തന്നാൽ പിന്നെ നിൻ്റെയൊക്കെ ഇഷ്ടത്തിന് എന്തുമാവാമെന്നാണോ? അങ്ങനെയെങ്കിൽ പിന്നെ ഞാനൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? വീട്ടിലിരുന്നാ പോരെ? പല്ലവി ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു. എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എന്തുണ്ടെങ്കിലും എന്നോട് ആദ്യം പറയേണ്ടത്, അല്ലാതെ എൻ്റെ PA പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു, ഇനിത് ആവർത്തിക്കരുത്, തനിക്ക് പോകാം. അപ്പോഴും മിത്തുമോളെ കൊണ്ടുവരണമെന്നൊരു വാക്ക് അവൻ്റെ വായിൽ നിന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ തന്നെ ഇരുന്നു. ഇയാൾക്കെന്താ ചെവി കേട്ടൂടെ? ഞാൻ പോകാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? അല്ല കുഞ്ഞ്. അപ്പോഴേക്കും കർണൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിലിരുന്ന് അവന് നേരെ കുഞ്ഞിക്കരങ്ങൾ ഉയർത്തുന്ന മിത്തുമോളെ അവൻ്റെ കരങ്ങളാൽ എടുത്ത് അവൻ്റെ നെഞ്ചോട് ചേർത്തു. അവൾ അവൻ്റെ കയ്യിലിരുന്ന് അവനെ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇനി ഇയാൾക്ക് പോകാലോ അല്ലേ? അല്ല മിത്തുമോൾ, അവളെ സർ തനിക്കെന്താ വിക്കുണ്ടോ? വല്ലതും പറയാനുണ്ടെങ്കിൽ നേരെ പറയണം, ഇല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. അതല്ല സർ, മിത്തുമോൾ ഞാൻ ഓഫീസിൽ വരുമ്പോൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല, അതാ ഞാൻ. കുഞ്ഞിനെ താൻ കൊണ്ടുവരുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷേ ജോലിയിൽ കൃത്യമായിരിക്കണം. കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കാമെന്നാണെങ്കിൽ അതിവിടെ നടക്കില്ല. പല്ലവി ഇല്ലെന്ന് തലയാട്ടി. ഇപ്പം എല്ലാം മനസ്സിലായി കാണുമല്ലോ, അപ്പം പിന്നെ ഇയാൾക്ക് പൊയ്ക്കൂടെ? ഇനി ഞാൻ തന്നെ ആനയിച്ചു കൊണ്ട് ഇരുത്തണോ എന്നുണ്ടോ? മോളെ തന്നിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു. ഞാൻ നിന്റെ കുഞ്ഞിനെ പിടിച്ചു വിഴുങ്ങാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കാമെന്ന് കരുതണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്ക് തീരുന്നത് വരെ കുഞ്ഞെനിക്കൊപ്പം ഇരുന്നോളും. ഇനി അതിൽ തനിക്ക് വല്ല എതിർപ്പും ഉണ്ടെങ്കിൽ അത് തൻ്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. പിന്നെ ഒന്നും മിണ്ടാതെ പല്ലവി ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. പല്ലവി പോയതും മിത്തുമോളെയും കൊണ്ട് അവൻ ചെയറിൽ വന്നിരുന്നു. മിത്തുമോൾ അവൻ്റെ താടിയിലും ഈശയിലും ഒക്കെ പിടിച്ചു വലിച്ച് കളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കുറ്റിത്താടി കൊണ്ട് അവളുടെ മുഖത്തുരസുമ്പോൾ അവൾക്ക് നന്നായി കിളി കൂടുന്നുണ്ട്. അതിനനുസരിച്ച് അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. പല്ലവി സീറ്റിൽ വന്നിരിക്കുമ്പോൾ മിത്തുമോളുടെ കയ്യിലില്ലെന്ന് കണ്ടതും സൂര്യയും അർച്ചനയും അവളോട് കാര്യം തിരക്കി. പല്ലവി പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. സാറിൻ്റെ കയ്യിൽ മിത്തുമോളുള്ള സ്ഥിതിക്ക് ഇനി നിനക്ക് പേടിക്കേണ്ട. എന്തായാലും നമ്മുടെ കൈകളിലുള്ളപ്പോൾ ഉള്ളതിനേക്കാൾ സാറിനോടൊപ്പം അവൾ ഒരുപാട് സേഫായിരിക്കും. അതുമാത്രമല്ല, ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങേരെ ശല്യം കാണില്ല. മിത്തുമോളുള്ളത് കൊണ്ട് അങ്ങേരെന്തായാലും ഇങ്ങോട്ടൊന്നും വരില്ല. അത് ശരിയാന്ന് പറഞ്ഞ് അയാൾക്ക് ആരും വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എപ്പോഴെല്ലാവരും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തായാലും നമ്മുടെ മിത്തുമോളെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഇനി അങ്ങോട്ട് മിത്തുമോളുള്ള സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് വിശ്രമിക്കുകയും ചെയ്യാമല്ലോ. എന്നാൽ അധികം നീ സന്തോഷിക്കണ്ട. ഇന്ന് നമ്മുടെ സന്തോഷത്തിൽ പാറ്റ വീണടി. പാറ്റയോ? എവിടെ? സൂര്യ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി അർച്ചനയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. ഈ നാശം പിടിച്ച ഇപ്പോൾ തന്നെ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അത് നീ എന്നോടാണ് ചോദിക്കുന്നത്, പോയി അവളോട് ചോദിക്ക്. അപ്പോഴാണ് പല്ലവിയും അങ്ങോട്ട് വരുന്ന ആളെ ശ്രദ്ധിച്ചത്. മുട്ടുവരെ ഇറക്കമുള്ള ഒരു ഡ്രസ്സാണ് വേഷം.
അവളുടെ മുഖത്തെ ചമയങ്ങളും മുടി കെട്ടാതായി അലസമായിട്ടുകൊണ്ടുള്ള അവളുടെ നടത്തവും മറ്റും തന്നെ അവളുടെ സ്വഭാവം ഏകദേശം കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവും. പല്ലവി അവളെ നോക്കിയ ശേഷം തിരിഞ്ഞ അർച്ചനയോടും സൂര്യയോടായി ചോദിച്ചു, അതാരാ? അതാണ് സുപ്രിയ, JK കമ്പനി ഓണറായ ജനാർദ്ദൻ്റെ ഒരേ ഒരു പെൺതരി. ഒരൊന്നൊന്നര മുതലെന്ന് വേണമെങ്കിൽ പറയാം. ഇവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അതെ, ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് പല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഓടി ഇങ്ങോട്ട് വരും. അപ്പം അത് ശരിയാക്കി കൊടുത്തു വിടുന്നതേ നമ്മുടെ കർണൻ സാറാ. ഇന്നും അതുപോലെ എന്തോ ഒന്ന് കുത്തിക്കാണും പല്ലിൽ, അതായിരിക്കും എഴുന്നള്ളിയത്. പല്ലവിക്ക് അവൾ പറയുന്നൊന്നും മനസ്സിലാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. നിന്റെ സംശയം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലായിക്കോളും. തൽക്കാലം നിനക്ക് തന്ന് ജോലി ചെയ്ത് തീർക്കാൻ നോക്ക്. അത്രയും പറഞ്ഞൊരു ചിരിയോടെ സൂര്യയും അർച്ചനയും അവരവരുടെ ജോലിയിലേക്ക് കടന്നു. പല്ലവി പിന്നൊന്നും അധികം ചിന്തിക്കാതെ അവളുടെ ജോലിയിലേക്ക് കടന്നിരുന്നു. കർണൻ മിത്തുമോളുടെ ഓരോ കളിയും ചിരിയും നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവനെ വരുന്ന മെയിൽസ് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം അവളുടെ കുറുമ്പുകൾക്കൊപ്പം കൂടുന്നുണ്ടവൻ. അവൾക്കൊപ്പം ഇരിക്കുമ്പോൾ ഇന്നു തനിക്ക് നഷ്ടമായ സന്തോഷങ്ങളെല്ലാം തന്നിലേക്ക് തിരിച്ചു വരുന്നത് പോലെ തോന്നി കർണന്. ആ സമയത്താണ് ആരോ തൻ്റെ ക്യാബിൻ തുറന്നകത്തേക്ക് വരുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നോക്കിയ കർണന് തനിക്ക് മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുപ്രിയയെ കാണും തോറും ദേഷ്യം ഇരച്ചു പൊങ്ങി. അവൻ ദേഷ്യത്തിൽ മിത്തുമോളെയും കൊണ്ട് ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് പാഞ്ഞു വന്നു. കർണൻ്റെ നെഞ്ചോരം പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് മിത്തുമോൾ ആ കുഞ്ഞി കണ്ണുകൾ കൊണ്ട് കർണനെയും അവനിൽ മുന്നിൽ നിൽക്കുന്ന സുപ്രിയയെയും മാറി മാറി നോക്കുന്നുണ്ട്. കർണൻ സുപ്രിയയുടെ മുന്നിൽ കലയോടെ നിൽക്കുമ്പോഴും അവളിൽ ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൾ കർണൻ്റെ കയ്യിലിരുന്ന മിത്തുമോളെ സംശയത്തോടെ നോക്കി നിന്നു. നീ ആരോട് ചോദിച്ചിട്ടാടി പൊന്ന മോളെ എൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നത്? എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടതാ നീ. അപ്പം പിന്നെ ഞാൻ ആരോടാ ചോദിക്കേണ്ടേ? പൊന്ന മോളെ, ഞാൻ എപ്പോഴാടി നിന്നെ കെട്ടുമെന്ന് പറഞ്ഞത്? നിന്റെ തന്തപ്പടിയുടെ വാക്കും കേട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ വരല്ലേ. കർണനെ നിനക്കൊന്നും ശരിക്കും അറിയില്ല. കർണൻ അവളോട് ഉറഞ്ഞു തുള്ളി. അത് പറയുമ്പോൾ മിത്തുമോളൊന്ന് ഞെട്ടിക്കൊണ്ട് കർണനെ കൂടുതൽ അള്ളിപ്പിടിച്ചിരുന്നുകൊണ്ട് അവനെ തന്നെ ഉറ്റുനോക്കി. എന്താ ബേബി നീ ഇങ്ങനെ? എന്നായാലും ഇത് നീ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം നിന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ സുപ്രിയ ജനാർദ്ദൻ വർമ്മ ആയിരിക്കും. അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് കർണന് നേരെ പറഞ്ഞതും അവൾ ചൂണ്ടിയ ആ കൈകൾ പിടിച്ചു ഞെരിച്ചു. അവൾക്ക് പിന്നിലേക്കാക്കിയതോ നന്നായി തന്നെ വേദനിച്ചു. നിന്നോട് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇത് നിന്റെ തന്ത കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമല്ല, നിനക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. പിന്നെ നിന്നെ ഞാൻ കെട്ടുന്നത് പോയിട്ട് ഈ ജന്മം എൻ്റെ അടുത്ത് വരാൻ പോലും സമ്മതിക്കില്ല ഞാൻ. അത്രയും പറഞ്ഞ ശേഷം അവളുടെ കൈകൾ ദേഷ്യത്തിൽ അവൻ്റെ പിടിയിൽ നിന്നും തട്ടിമാറ്റി. സുപ്രിയ നോക്കുമ്പോൾ അവളുടെ കൈ തണ്ടെങ്കിൽ അവൻ്റെ കൈപ്പാടുകൾ നല്ല ആഴത്തിൽ പതിഞ്ഞു ചുവന്ന് കിടന്നു. അവൾക്കത് കാണും തോറും അവനോടുള്ള ദേഷ്യം വീണ്ടും കൂടിക്കൊണ്ടിരുന്നു. സുപ്രിയ അവന് നേരെ ദേഷ്യത്തിൽ തിരിഞ്ഞു. നീ എന്താ കരുതിയേ? നീ ഇതൊക്കെ ചെയ്യുകയും പറയുകയും ചെയ്താൽ ഞാൻ പോകുമെന്നാണോ? ഇല്ല, ഞാനേ ജനാർദ്ദൻ വർമ്മയുടെ മകളാണ്. എൻ്റെ അച്ഛന് നിൻ്റെ അച്ഛനൊരു വാക്ക് കൊടുത്തിരുന്നു, നിൻ്റെ മകളെ എൻ്റെ മകനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നിന്നെയും കൊണ്ട് ഈ സുപ്രിയ പോകൂ. നിർത്തടി പന്ന മോളെ, നിന്നോട് ഞാൻ പറഞ്ഞു ഇമ്മാതിരി തോന്നിവാസം പറയാൻ ഇങ്ങോട്ട് വരരുതെന്ന്. അത്രയും പറഞ്ഞ ശേഷം അവനവളുടെ കയ്യിൽ പിടിച്ച് മുൻപിലേക്ക് നടന്നു. സുപ്രിയ അവൻ്റെ കയ്യിൽ കിടന്ന് വിടാനായി കുതിരി. എന്നാൽ അതൊന്നും കേൾക്കാതെ അവൻ അവളെ പിടിച്ച് ക്യാബിൻ ഡോറ് തുറന്ന് പുറത്തേക്ക് തള്ളി. അവൾ അവിടെയുള്ള സ്റ്റാഫിൻ ക്യാബിന് മുന്നിൽ പോയി വീണു. അവിടുത്തെ കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്ന് എഴുന്നേറ്റു നിന്നു. മിത്തുമോൾ ഇതെല്ലാം കണ്ടു ചിണുങ്ങിക്കൊണ്ട് കരയാൻ തുടങ്ങി. പല്ലവി അത് കണ്ടതും മിത്തുമോൾ കരികിലേക്ക് ഓടിച്ചെല്ലാൻ പോയതും അർച്ചന അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. ഇപ്പം നീ അങ്ങോട്ട് പോകണ്ട, അത് ശരിയാവില്ല. പിന്നെ എൻ്റെ മിത്തുമോളുടെ കരച്ചിൽ നോക്കി ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ? എങ്കിൽ അതിനെനിക്കൊരിക്കലും പറ്റില്ല. അത്രയും പറഞ്ഞ് പല്ലവി അവളുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് കർണൻ്റെയും മിത്തുമോളുടെയും അരികിലേക്ക് നടന്നു നീങ്ങി. സുപ്രിയ നോക്കുമ്പോൾ എല്ലാവരിലും തനിക്ക് നേരെയുള്ള പരിഹാസം നിറഞ്ഞ ചിരിയാണ് കണ്ടത്. അത് കാണും തോറും അവൾക്ക് കർണനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. നീ ഇന്നുകൂടെ ചെയ്തതും ചേർത്ത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലെങ്കിൽ നോക്കിക്കോ, എന്നെ പിടിച്ചു തള്ളിയ നിന്റെ ഈ കൈ കൊണ്ട് തന്നെ നിനക്കെന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും. അതിന് നിന്റെ തന്ത ജനാർദ്ദനൻ അല്ല ഇവിടെ ഇരിക്കുന്നത്, കർണനാ. ഇനി നീ ഇവിടെ കാലുകുത്തിയാൽ അന്ന് ഞാൻ ഇതിനേക്കാൾ മോശമായിട്ടാവും പെരുമാറുന്നത്. ഓർമ്മയിൽ വെച്ച നിനക്ക് തന്നെയാണ് നല്ലത്. അപ്പോഴേക്കും പല്ലവി വന്ന് അവൻ്റെ കയ്യിൽ കരഞ്ഞോട് കുഞ്ഞിക്കരങ്ങൾ ഇട്ടടിക്കുന്ന മിത്തുമോളെ എടുക്കാനായി വന്നു നിന്നു. സുപ്രിയ പല്ലവിയെയും കർണനെയും മാറി മാറി നോക്കി.
പല്ലവി ബലമായി കർണനിൽ നിന്നും മിത്തുമോളെ കയ്യിലാക്കിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി. ഹാ, നീയാള് കൊള്ളാലോ. അപ്പം എന്നെ മാത്രമേ വൃന്ദാവനത്തിലെ കർണന് പിടിക്കാതെയുള്ളൂ. ഇതുപോലുള്ളവന്മാരെ വെച്ചോണ്ടിരിക്കുന്ന കൊണ്ടാവാം അല്ലേ എന്നെ വേണ്ടാത്തേ. ഇനി അവളുടെ കയ്യിലുള്ള കുഞ്ഞും തണ്ടിയാണോ? അവൾ അത് പറഞ്ഞു തീരും മുൻപേ തന്നെ കർണൻ്റെ കരങ്ങൾ സുപ്രിയയുടെ കരണത്ത് പതിഞ്ഞിരുന്നു. അവൻ അടി കൊടുത്ത് കവളിൽ കൈവച്ചതും അപ്പുറത്തെ കരണത്തും ഒന്ന് വീണ്ടും കൊടുത്തു. നീയും നിന്റെ തന്തയും തള്ളയുമില്ലേ, അവരെയൊക്കെ പോലെയാണ് ഈ കർണൻ എന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഇനി നിന്റെ പുഴുത്ത നാക്ക് കൊണ്ട് ഇമാതിരി വർത്താനം പറഞ്ഞ നീ കർണൻ ആരെന്ന് ശരിക്കും അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകൂ. ചിലപ്പം നിന്നതേ ഈ ചുമരിൽ നിന്നും വടിച്ചടിക്കേണ്ടി വരും. അതും ചെയ്യാത്തതൊരു പെണ്ണല്ലേ എന്നൊറ്റ കാരണം കൊണ്ടാ എന്ന് കരുതി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ വരരുത് നീ. പിന്നെ നീ ചോദിച്ചില്ലേ ഇവളെ ഞാൻ വെച്ചോണ്ടിരിക്കുന്നെന്ന്. ഇത് നിന്റെ തന്തയെന്ന് പറയുന്ന അവനോട് പോയി ചോദിക്ക്. നീ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇപ്പോഴുള്ള സ്ത്രീ ഏതു വകയിലാണ് നിന്റെ തള്ളയെന്ന്. ഇനി അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ നിനക്ക്? സുപ്രിയ ഒന്നും മിണ്ടാതെ ദേഷ്യം കടിച്ചമർത്തി അവന് മുന്നിൽ നിന്നു. കാരണം അവൻ പറയുന്നതിനൊന്നും അവളുടെ കയ്യിൽ കൊടുക്കാൻ മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കർണൻ ഒരാളെ ഇഷ്ടമായ ആരുടെയും സമ്മതം ചോദിക്കാതെ സ്വന്തമാക്കാനും അറിയാം. അതിന് നീ ചോദിക്കാൻ വരണ്ട. അതുകൊണ്ട് ഇവിടെ നിന്നും നീയായിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നോ അതോ ഞാനായിട്ട് പുറത്തേക്ക് തള്ളണോ? അവൾ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാതെ പല്ലവിയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. മിത്തുമോൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. കർണൻ പല്ലവിയോട് കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ ക്യാബിനിൽ കയറാൻ പറഞ്ഞിട്ടും കയറാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മിത്തുമോളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പല്ലവിയുടെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് അവിടെ മേശപ്പുറത്തിരുന്ന ബൗളെടുത്ത് താഴേക്കെറിഞ്ഞു. അത് നിലത്ത് വീണു ചിന്നിച്ചിതറി. അവൻ്റെ ആ പ്രവൃത്തി കണ്ട പല്ലവി ഞെട്ടി. ഒപ്പം മിത്തുമോളും. അവൾ വീണ്ടും ശക്തിയായി കരഞ്ഞുകൊണ്ടിരുന്നു. പല്ലവി ഒന്നും മിണ്ടാതെ അവളുടെ ബാഗും എടുത്തുകൊണ്ട് നേരെ അവൻ്റെ ക്യാബിനിലേക്ക് കയറി. അവൾക്ക് പിന്നാലെ കർണനും. പല്ലവി മിത്തുമോളെ തോളിലിട്ട് തട്ടിക്കൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവൾ തൻ്റെ കുഞ്ഞ് കൈകളിട്ടടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. പല്ലവിയുടെ കയ്യിലിരുന്നിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മിത്തുമോളെ കാണും തോറും കർണൻ എന്തെന്നില്ലാത്ത വിഷമവും ദേഷ്യവും വന്നു. നീ കുഞ്ഞിന് എൻ്റെന്ന് വാങ്ങിയത് വീണ്ടും അതിനെ കരയിക്കാനായിരുന്നു, അതോ അവളുടെ കരച്ചിൽ മാറ്റാനാണോ? ദേഷ്യത്തിൽ ചുവന്ന അവൻ്റെ മുഖവും അതിനോടൊപ്പം അവനിൽ നിന്ന് വന്ന ചോദ്യവും പല്ലവിക്ക് അവനിൽ പേടി തോന്നി. അത് പിന്നെ മിത്തുമോൾക്ക് ഈ വഴക്കും ബഹളവും ഒക്കെ പേടിയാ, അതാ അവൾ. നിന്നോട് ഞാൻ അവൾ കരഞ്ഞതിൻ്റെ കാരണമല്ല ചോദിച്ചേ, അവളുടെ കരച്ചിൽ ഇപ്പോഴും മാറാത്തതിനെ പറ്റിയാ പറഞ്ഞേ. പല്ലവി വേഗം ബാഗ് തുറന്ന് അതിൽ നിന്നും പാൽ നിറച്ച നീഡിൽ ബോട്ടിലെടുത്ത് മിത്തുമോളുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. അവിടെ അവളുടെ കരച്ചിൽ മാറി ഒരു നിമിഷം അതിൽ പാലുന്നു. ആവേശത്തോടെ ആ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവളുടെ ചുണ്ടിൽ നിന്നും ആ നീഡിൽ ബോട്ടിൽ പല്ലവി മാറ്റിയതും വീണ്ടും ചിണുങ്ങിക്കൊണ്ട് അത് പിടുത്തമിട്ടു. എന്നിട്ട് വീണ്ടും നുണയാൻ തുടങ്ങി. ഇതെല്ലാം കർണൻ നോക്കിക്കണ്ടു. അവൻ്റെ മുഖത്തെ ദേഷ്യം പോലും മിത്തുമോളുടെ ആ കുറുമ്പുകളിലൂടെ മാഞ്ഞുപോയി. ഒപ്പം അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു. അവസാനം അവളുടെ കുഞ്ഞു വയർ നിറഞ്ഞതും ആ നീഡിൽ ബോട്ടിൽ നിന്നും അവളുടെ കുഞ്ഞു ചുണ്ടുകൾ മാറ്റി. നേരത്തെ കരഞ്ഞ ആ കുഞ്ഞു മുഖം ഇപ്പോൾ പഴയ പോലെ ചിരിയിൽ നിറഞ്ഞു നിന്നു. അവൾ പല്ലവിയുടെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ കർണൻ്റെ അടുത്തേക്ക് പോകാനായി ആ കുഞ്ഞു കരങ്ങൾ നീട്ടി. അപ്പോൾ തന്നെ കർണൻ അവളെ അവൻ്റെ കരങ്ങൾക്കുള്ളിലാക്കി. പല്ലവി പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും എന്തേ? പല്ലവി ഒന്നുമില്ലെന്ന് തലയാട്ടി ക്യാബിൻ്റെ പുറത്തേക്ക് പോകാൻ പിന്നിൽ നിന്നും കർണൻ്റെ വിളി വന്നു. അവൾ ഒരു നിമിഷം എന്തെന്നുള്ള രീതിയിൽ അവന് നേരെ തിരിഞ്ഞു. ഇവൾക്കിപ്പോൾ എത്ര മാസം പ്രായമുണ്ട്? പല്ലവി അവനെ തന്നെ നോക്കി നിന്നു. തനിക്കെന്താ ചെവി കേട്ടൂടെ? പല്ലവി ഒന്ന് ഞെട്ടിക്കൊണ്ട് കേൾക്കാമെന്ന് തലയാട്ടി. കുഞ്ഞിനെത്ര മാസം പ്രായമുണ്ടെന്നാ ചോദിച്ചേ? 9 മാസം. പല്ലവി അത് പറഞ്ഞ് വീണ്ടും പോകാൻ തിരിയും മുന്നേ കർണൻ പറഞ്ഞു തുടങ്ങി. താൻ കുഞ്ഞിന് നീഡിൽ ബോട്ടിലാണോ കൊടുക്കുന്നേ? അവൻ അങ്ങനെ ചോദിക്കുമെന്ന് ഒരിക്കലും പല്ലവി വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ എന്നുള്ള സംശയം അവളുടെ മനസ്സിൽ വന്നു. അതെ, താനൊക്കെ ഒരു അമ്മയാണോ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച മാത്രം പോരാ, അവരെ നന്നായി നോക്കാനും അറിയണം. ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് മനസ്സിലായല്ലോ തനിക്ക്? മനസ്സിലായി. പക്ഷേ മിത്തുമോൾക്ക് അതാ ഇഷ്ടം. കാരണം അങ്ങനെ അവൾക്ക് പറയാൻ കഴിയൂ. കാരണം മിത്തുമോൾക്ക് ജന്മം കൊടുക്കാതെ തന്നെ അമ്മയാവേണ്ടി വന്നവളാണ് താന്. അപ്പോൾ ഈ ജന്മത്തിൽ സ്വന്തമായി അവൾക്ക് മുലയൂട്ടാൻ അവൾക്ക് കഴിയില്ലെന്ന് അവൾക്കറിയാം. പക്ഷെ അതുമാത്രം തനിക്ക് അന്യമായി പോയാലും അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിലും വാത്സല്യത്തിലും ഒരു കുറവും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കർണൻ വീണ്ടും എന്തോ പറയാൻ വന്നതും അവൾ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി.
കർണൻ അവൾ പോകുന്നത് നോക്കി കുറച്ചു നേരം എന്തോ ആലോചിച്ച് നിന്ന ശേഷം മിത്തുമോളെയും കൊണ്ട് ക്യാബിൽ വന്നിരുന്നു.